മുടി കൊഴിച്ചിൽ കൊണ്ട് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ അത് മാറാനുള്ള ഒരു നാച്ചുറൽ റെസിപ്പിയാണിത്. 1 തണ്ട് കറിവേപ്പില, 3 ഉള്ളിയും 5 തണ്ട് റോസ്മേരിയും. ആലിൻ്റെ പുറംതൊലിയുടെ പൗഡറാണിത്. മുടി കൊഴിച്ചിലും കുറയ്ക്കും, താരനും കുറയ്ക്കും. മഞ്ചിഷ്ടയുടെ പൊടി മുടി കട്ടി കുറയുന്നതും നമ്മുടെ നാച്ചുറലായിട്ട് ഉള്ള മുടിയുടെ കളർ തിരിച്ചു വരുന്നതിന് ഹെൽപ്പ് ചെയ്യും. നെല്ലിക്കാപ്പൊടിയും കറ്റാർവാഴയുടെ ഒരു തണ്ടും വേണം. അതിൻ്റെ സൈഡ് വൃത്തിയാക്കി എടുക്കണം, കറ്റാർവാഴയുടെ മഞ്ഞക്കറ കളഞ്ഞ്. വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും 60 ml വീതം ഒഴിക്കുക. അത്രയും തന്നെ അരുണിക്ക ഓയിലും ടീ ട്രീ ഓയിലും ഒഴിക്കണം. എണ്ണകളും കൂടെ 260 ml ഉണ്ട്. ചണവിത്തും കരിഞ്ജീരകവുമാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതിടുക. ഉള്ളി എരിഞ്ഞത്, കറ്റാർവാഴ വൃത്തിയാക്കിയത്, കറിവേപ്പില, റോസ്മേരി തണ്ട് കളഞ്ഞ് അതിൻ്റെ ഇല മാത്രം മതി. ചണവിത്തും കരിഞ്ജീരകവും ചൂടായി കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാൻ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ചണവിത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് പതഞ്ഞ് ചാടും. ഉള്ളി, കറിവേപ്പില, കറ്റാർവാഴ, റോസ്മേരി ഇതെല്ലാം കൂടി ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മഞ്ചിഷ്ട പൗഡർ, നെല്ലിക്കായുടെ പൗഡർ, പിന്നെ ആൽമരത്തിൻ്റെ ബാർക്കിൻ്റെ അല്ലെങ്കിൽ തൊലിയുടെ പൗഡർ. ഒത്തിരി ചൂടോടുകൂടി എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഈ എല്ലാ പൊടികളും കരിഞ്ഞു പോകും. എണ്ണയൊന്ന് പതിയെ തണുത്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ട് വേണം ഈ പൗഡറുകൾ ഇതിലിടാൻ. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു അരിപ്പയിൽ ഇത് അരിച്ചതിന് ശേഷം ഇതിൻ്റെ തെളി ഊറാൻ വേണ്ടി വെക്കണം. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ വേണം അതൊരു കുപ്പിയിലോട്ട് മാറ്റാൻ. തണുത്തതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാൻ. ആർക്കെങ്കിലും ഈ എണ്ണ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളെ. അരിച്ചു വെച്ചിരിക്കുന്നതും പൊടികളും കൂടെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഉപയോഗിക്കാം. ഈ എണ്ണകളെല്ലാം ചൂടാക്കിയിട്ട് ഇത് ഇട്ട് വെച്ചാൽ മതി. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.